എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറെ നാളായി എല്ലാരും പറയുന്ന ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മള് കുഞ്ഞപ്പാ നമ്മൾ എന്ത് വീഡിയോ എടുക്കാൻ പോണാ? ഷോപ്പിംഗ്. അതെ ഗൈസ്, ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ്. ചേച്ചി ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യോന്ന് ഒരുപാട് കമന്റ്സ് ആയി. സത്യം പറഞ്ഞാൽ ഇതൊരു ഷോപ്പിംഗ് വ്ലോഗ് ആയിട്ട് ചെയ്യാൻ മാത്രം ഇല്ല എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും കുഞ്ഞപ്പിന് കുറെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ എന്തിനാണ് വെറുതെ പുതിയത് മേടിക്കണേന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചത്. എന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഭയങ്കര ആഗ്രഹമല്ലേ ഈ ഇങ്ങനെ ഒരു വ്ലോഗ് കാണണമെന്ന്. അപ്പൊ ഞങ്ങൾ ഓർത്തു എന്താണെങ്കിലും പുറത്തേക്ക് പോവല്ലേ, നമുക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കാന്ന്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്, എന്തൊക്കെ കുഞ്ഞപ്പൻ ഇല്ലെന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചാണ് പോണത്. അതൊക്കെ മേടിക്കണമെന്നുണ്ട്. പിന്നെ എത്രയൊക്കെ വേണ്ട വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞാലും പല പല കളറും പല പല ഡിസൈൻ മോഡലൊക്കെ കണ്ടാൽ ചിലപ്പോൾ മേടിച്ചു പോകും അല്ലേ കുഞ്ഞപ്പ? നോക്കാം അത്യാവശ്യമുള്ളത് മാത്രം വാങ്ങിക്കാം അല്ലേ. അപ്പൊ നിങ്ങൾ വാങ്ങിച്ചോ ഇല്ലയോ എന്നൊക്കെ കമന്റ് ചെയ്യണം. നമുക്ക് സമയം കളയണ്ട, വേഗം പോയാലോ. ആദ്യം ഫുഡ് കഴിച്ചിട്ടാകാം യാത്രയെന്ന് വിചാരിച്ച് പോകുന്ന വഴിയിൽ അരൂർ എത്തിയപ്പോഴത്തേക്കും വാഴയിലയിൽ ഊണെന്ന് കണ്ടപ്പോൾ ചാടി അവിടെ ഇറങ്ങി കേട്ടോ. എവിടെയെങ്കിലും പോകുമ്പോൾ മന്തിയും ബിരിയാണിയും ഒക്കെ കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലതാണ് ഊണെന്ന് വിചാരിച്ചാണ് ഞാൻ ചാടി ഇറങ്ങിയത്. വിചാരിച്ച പോലെ ഇതേ മത്തങ്ങയും പയറും കൂടിയിട്ട് ഒരു മെഴുക്ക് പുരട്ടി, തൊട്ടപ്പുറത്ത് അച്ചിങ്ങ മെഴുക്ക് പുരട്ടി, തൊട്ടപ്പുറത്ത് ഇഞ്ചിക്കറി, പിന്നെ അച്ചാറ്, അങ്ങനെ വിഭവസമൃദ്ധമായ ഒരു ഊണ് തന്നെയായിരുന്നു. പപ്പടം ഉണ്ട്, സാമ്പാർ, രസം ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ എനിക്ക് ഊണ് മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഊണ് വാങ്ങിച്ചു. അച്ഛൻ മോനും ആണെങ്കിൽ ബിരിയാണി മതിയെന്നും പറഞ്ഞ് ചിക്കൻ ബിരിയാണി വരാൻ കാത്തിരിക്കുകയായിരുന്നു. കുഞ്ഞപ്പന് 2-3 പിടി ഊണ് ഞാൻ വാരി കൊടുത്തു. അതിനിടയിൽ ചിക്കൻ ബിരിയാണി വന്നപ്പോൾ ആള് ഓടിപ്പോയി അച്ഛയുടെ കൂടി ഇരുന്ന് കേട്ടോ. പിന്നെ അച്ഛൻ മോനും കൂടി ഇരുന്ന് അത് കഴിക്കായിരുന്നു. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയാൽ പുതിയ ഉടുപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞപ്പൻ ഒന്നും കഴിക്കില്ല കേട്ടോ. അതുകൊണ്ട് ഉച്ചക്ക് അവനൊന്നും കഴിച്ചില്ല. ഞാനും അങ്ങനെയായിരുന്നു കേട്ടോ. പണ്ട് പുതിയ ഉടുപ്പിട്ട് എവിടെയെങ്കിലും പോകാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും കഴിച്ചാൽ ഇറങ്ങൂല. അപ്പം ഞാനും വിചാരിച്ചു പോകുന്ന വഴി കഴിക്കാമെന്ന്. അപ്പം അതേ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴി നല്ല ഒന്നാന്തരം മഴ ഉണ്ടായിരുന്നേ. അപ്പോൾ ചേട്ടനാണെങ്കിൽ പറയുക മഴയത്ത് വണ്ടി ഓടിക്കാൻ നല്ല വൈബാടിയെന്ന്. പക്ഷെ കൊടും മഴയാണെങ്കിൽ പറ്റത്തില്ല. ഇതൊരു സാധാരണ മഴ ആയതുകൊണ്ട് പാട്ടൊക്കെ ഇട്ട് അങ്ങനെ ചിൽ മൂഡിൽ പോയി കേട്ടാ. എനിക്ക് ഈ മഴ പെയ്ത് തോർന്ന ആ ഒരു റോട്ടിൽ കൂടി വണ്ടി ഓടിക്കാൻ, വണ്ടിയിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പെണ്ണ് ഒരു ചേച്ചി ഇതേ കാറിൽ വണ്ടി ഓടിക്കുന്ന അമ്മയെന്ന് പറഞ്ഞ് കുഞ്ഞപ്പം കണ്ടിട്ട് ഭയങ്കര ബഹളായിരുന്നേ. ഞാൻ വണ്ടി ഓടിക്കുമെങ്കിലും ഞാൻ അങ്ങനെ എപ്പോഴും ഓടിക്കാറില്ല ഗൈസ്. ഒട്ടും വണ്ടിയും തിരക്കും ആളൊന്നും ഇല്ലാത്ത വിജനമായ റോട്ടിൽ മാത്രമേ ഞാൻ കാർ ഓടിക്കാറുള്ളൂ. അപ്പം ഇത്രയും തിരക്കുള്ള റോട്ടിൽ ഒരു പെണ്ണ് വണ്ടി ഓടിക്കുന്നത് കണ്ടപ്പോൾ കുഞ്ഞപ്പന് ഭയങ്കര എക്സൈറ്റ്മെന്റ്. അമ്മ ഇതേ ആ ചേച്ചി ഓടിക്കണം നോക്ക് എന്ന് പറഞ്ഞാൽ എന്നെ അവൻ കളിയാക്കണായിരുന്നു കേട്ടോ. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു ഇത് നോക്കിക്കോ, നല്ല വണ്ടി ആളുള്ള റോട്ടിൽ കൂടി ഞാനും ഇനി ഓടിക്കും. കൈ തെളിയാനുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ കമ്മൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ചേട്ടന് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ആ കമ്മൽ എടുത്തിട്ടതാണേ. എൻ്റെ ഒരു പുതിയ ഫ്രോക്കാണ്, സുഡിയോയിൽ നിന്ന് വാങ്ങിച്ച ഒരു ഫ്രോക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിന് ചേരുന്ന ഒരു കമ്മൽ ഇട്ടതാണ്. പക്ഷെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഊരിക്കളഞ്ഞു ഗൈസ്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നതിന്. എനിക്ക് ഈ വെയിറ്റുള്ള കമ്മലൊന്നും പറ്റൂല. അപ്പോൾ അതേ ലുലുവിൽ നമ്മൾ എത്തി. അവിടെ മഴ പെയ്തിട്ട് ഭയങ്കരമായിട്ട് സ്ലിപ്പായിട്ട് കിടക്കുമായിരുന്നു. സൂക്ഷിച്ച് നടക്കണം. അവിടെ ആൾക്കാരൊക്കെ ക്ലീൻ ചെയ്യാൻ നിൽപ്പുണ്ടായിരുന്നേ. അങ്ങനെ അകത്തോട്ട് കയറിയപ്പോൾ നല്ലൊരു തണുപ്പ്, നല്ലൊരു കാറ്റ്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞ് കുറേ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞപ്പനെ ഓടിച്ചെന്നൊരു വാച്ച് പിടിച്ചു കേട്ടോ. വാച്ചിന് ഓഫർ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഒരുപാട് ബാഗിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. നല്ല വിലയുള്ള ബാഗുകളാണ്. 2000-2500 മുതൽ വിലയുള്ള ബാഗുകളൊക്കെയാണ്. അത് ഓഫറിൽ കൊടുക്കുന്നു. 30%, 40%, പല പെർസെൻറ്റേജ് ഓഫർ ഇട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളിത് എല്ലാം നോക്കി നടക്കുകയാണ്. ടിഫിൻ ബോക്സ്, കുപ്പി, വാട്ടർ ബോട്ടിൽ, കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ ആരോ പറഞ്ഞത് ഹൈപ്പർ മാർക്കറ്റിലും കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ കുഞ്ഞപ്പനോട് പറഞ്ഞു നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. അവിടെ ചെന്നാൽ പിന്നെ ഈ ഒരു ട്രോളി ബാഗ് പുറത്തുനിന്ന് ആ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു ട്രോളി ബാഗ് കണ്ടിട്ട് ഞാനിങ്ങനെ എടുത്ത് നോക്കി കേട്ടോ. അവന് പക്ഷേ അതൊന്നും താല്പര്യമില്ല. ഞാനത് എടുത്ത് നോക്കിയിട്ട് എനിക്കത് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞപ്പന് പുതുപുത്തനൊരു ബാഗ് ഇരിപ്പുണ്ട് ഗൈസ്, LKGയിലെ ബാഗ്. അതിനൊരു കുഴപ്പമില്ല. അപ്പോൾ പിന്നെയും വെറുതെ ബാഗ് മേടിക്കണ്ടല്ലോ എന്നോർത്ത് മേടിച്ചില്ല. 1ാം ക്ലാസ് ആകുമ്പോൾ മേടിക്കാം. ഇനിയിപ്പോൾ UKGയിലോട്ടല്ലേ ആകാൻ പോണത്. ആ ഹൈപ്പർ മാർക്കറ്റിൽ ചെന്നാൽ തന്നെ അവന് ഒരു വണ്ടി വേണം. അത് അവിടെ തള്ളിക്കൊണ്ട് കിടക്കണം. അപ്പോൾ ഉള്ളതിലൊരു ചെറിയ വണ്ടി എടുത്ത് ഞാൻ കൊടുത്തു. ഈ ഒരു പച്ച ബോക്സിന് 1000 രൂപയാണ് കേട്ടോ വില. 999 രൂപയാണ് വില. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ ബുക്കുകൾ കണ്ടില്ലേ, അട്ടിക്കണക്കിന് ബുക്ക് അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള ബുക്കൊന്നുമില്ല. ഒരു സിംഗിൾ ലൈനുള്ള നോട്ട് ബുക്ക് ഞാൻ എന്തോരം നേരെ ബുക്കിൻ്റെ അവിടെ വെറുതെ സമയം കളഞ്ഞത് നോക്കി. അത് പോട്ടെ, എനിക്കോട് കുറേ പേര് വാങ്ങിച്ച് തീർന്നിട്ടായിരിക്കും. ബുക്കൊക്കെ നോക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു, നമുക്ക് വേണ്ടതില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഹൽവ നോക്കിക്കേ. എൻ്റെ പിന്നെ ഫുഡ് സെക്ഷനിലേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ ലഡുവും ജിലേബി ഹൽവയൊക്കെ അത് അടുക്കി വെച്ചേക്കാൻ ഒരു ഭംഗി ഉണ്ടില്ലേ. സത്യം പറഞ്ഞാൽ ഞാനൊരു സ്വീറ്റ് ലവർ അല്ല ഗൈസ്. എനിക്ക് ഈ മധുരം വലിയ ഇഷ്ടമല്ലാത്ത ആളാണ്. കാരണം മിഠായികളും ഡയറി മിൽക്കൊക്കെ കുഞ്ഞപ്പം ഭയങ്കര കഴിക്കും, അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഹൽവ, ജിലേബി, ലഡു അങ്ങനെയുള്ള നല്ല മധുരമുള്ള ഒരു സാധനം കുഞ്ഞപ്പം കഴിക്കില്ല. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും. അപ്പോൾ അവൻ ബ്രോസ്റ്റഡ് ചിക്കൻ ആ ഒരു ഭാഗത്തോട്ടൊക്കെ പോവുകയാണ് കേട്ടോ. ഇത് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച് കുറേ സാധനങ്ങളുണ്ട്. അറിയാമല്ലോ ലുലുലും ഫോറത്തിലൊക്കെ
റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ എനിക്ക് പേര് പോലും പറയാൻ അറിയില്ല. എൻ്റെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു കുനാഫ ഒന്ന് കഴിക്കണമെന്ന്. കുറേ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതെന്താണ് സാധനം എന്ന് അറിയില്ല. അപ്പോൾ അതേ ബില്ലിംഗ് സെക്ഷൻ്റെ അവിടെ നിൽക്കുവാണ്. നമ്മളെടുത്ത എല്ലാ സാധനങ്ങളുമാണ് ഇത് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസും ബ്രോസ്റ്റഡും ഒരു കുഞ്ഞു പെപ്സിയൊക്കെ ഉള്ള ഒരു സംഭവം വാങ്ങിച്ചു കൊടുത്തു. ഒരു ഗുലാബ് ജാമുന് 23 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം വാങ്ങിച്ചതാണ്. കുഞ്ഞപ്പന് അത് ഇഷ്ടമല്ല കേട്ടോ. വായി വെച്ച് കൊടുത്തപ്പോൾ തന്നെ ബേ എന്നുള്ളൊരു എക്സ്പ്രഷനാണ് അവൻ ആ ബ്രോസ്റ്റഡിൻ്റെ അവിടെ ഇരിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് കുനാഫ ട്രൈ ചെയ്ത് നോക്കാം. കുനാഫ ഞാൻ പൊട്ടിച്ചു. ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് കുനാഫയാണ്. കാരണം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് എനിക്ക് ഒരു എത്തും പിടിയില്ല. ഗുലാബ് ജാമുൻ പിന്നെ പണ്ട് കഴിച്ച് മറന്നൊരു ഓർമ്മയെങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ സ്പൂണും തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ച് കുത്തി അത് ഒരു പീസ് എടുത്ത് വായിൽ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇനി ഇതൊന്നും ഞാൻ വാങ്ങിച്ച് കഴിക്കൂല ഒരിക്കലും. കാരണം ഇതൊക്കെ വൺ ടൈം കഴിക്കാൻ വേണ്ടി, ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞപ്പന് മധുരം ഇഷ്ടമല്ലാണ്ടായിട്ട് എനിക്കും ഇഷ്ടമല്ലാണ്ടായി ഗൈസ്. ഞാൻ മധുരം പണ്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇവനാണെങ്കിൽ ലഡുവും ജിലേബി ഹൽവയും ഒന്നും കഴിക്കാണ്ട് അതൊന്നും വാങ്ങിക്കാണ്ട് പിന്നെ എനിക്കും അതൊന്നും ഇഷ്ടമല്ലാണ്ടായി. അപ്പോൾ അവൻ്റെ ഒരു ബ്രോസ്റ്റഡ് ഞാൻ അടിച്ചു മാറ്റി അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മയോണൈസിലൊക്കെ മുക്കി. എനിക്ക് ചിക്കൻ പീസ് വേണേ, ആരും എൻ്റെ ചിക്കൻ പീസ് എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ചിക്കൻ പീസാണ് കുഞ്ഞപ്പൻ ആദ്യമേ കഴിക്കുന്നത്. അങ്ങനെ അപ്പോൾ അതേ മോളിൽ നിന്ന് താഴത്തേക്ക് നോക്കിയപ്പോൾ അവിടെ എന്തോ ഒരു പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് പിള്ളേരുടെ. മറ്റേ മ്യൂസിക് ഇട്ടിട്ട് ബോൾ കൈമാറി ബലൂൺ കൈമാറി മ്യൂസിക് നിൽക്കുമ്പോൾ അവസാനം ആരുടെ കയ്യിലാണ് ആ ബലൂൺ അയാൾ ഔട്ടാകും. ആ കളി അത് കണ്ടപ്പോൾ അമ്മയെ എനിക്ക് അവരുടെ കൂടെ കളിക്കണേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ അതേ പെപ്പ പിഗ്സ് എന്ന് പറഞ്ഞിട്ട് 2 പിഗ്ഗുകൾ, കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഞാനിതൊന്നും കാണാത്തതുകൊണ്ട് എനിക്ക് വലിയ അറിവില്ല. വല്ലതും പറഞ്ഞാൽ തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ പെപ്പ പിക്സ് ഇറങ്ങി വന്നു. അവരുടെ കൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ കാണിച്ചു തരാം. ഇവനെ ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ അവിടെ വെച്ച് കണ്ട് ഫോട്ടോസ് എടുത്തു. പക്ഷേ ഇവൻ ഒരു 100 പ്രാവശ്യമെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടാവും, യൂട്യൂബർ അല്ലേ? ഞാൻ പറ അതെ. എനിക്കാണെങ്കിൽ അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു നാണമാണ് അതേ എന്ന് പറയാൻ. യൂട്യൂബർ ഒരു എന്തോ പോലെയാണ് കേട്ടോ. അപ്പോൾ അവനോട് കുറേ സംസാരിച്ച് അവിടെ നിന്നു. അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് കുഞ്ഞപ്പൻ ഈ ഒരു കോട്ടൺ ക്യാൻഡി കണ്ട് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം അവിടെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് മേടിച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു നിനക്കത് വേണോന്ന് ചോദിച്ചു. അതിന് 200 രൂപയാണ്. ഇച്ചിരി വില കൂടുതലല്ലേ ഈ പഞ്ഞിമിഠായിക്ക് 200 രൂപ എന്നൊക്കെ പറയുമ്പോൾ. അപ്പം അവിടെ വേറൊരു ഗെയിം സെക്ഷൻ ഉണ്ട് താഴെ. 1 മണിക്കൂറിന് 266 രൂപയാണ് 1 മണിക്കൂർ ആ ഗെയിമിൽ കളിക്കാൻ വേണ്ടി. ഇത് നോക്കിയേ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മോൻ കുഞ്ഞപ്പനെ വന്ന് തോണ്ടുന്ന നോക്കിയേ. അവൻ വേറെ ലോകത്തായിരുന്നു. അവൻ ആ കോട്ടൺ ക്യാൻഡി നോക്കി നിൽക്കുകയായിരുന്നേ. പെട്ടെന്ന് സബ്സ്ക്രൈബർ ആണെന്ന് മനസ്സിലായപ്പോൾ അവൻ തോളിൽ കൈയിട്ട് നിങ്ങൾ കണ്ടില്ലേ. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ആ മോൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നിന്ന് സംസാരിക്കുകയായിരുന്നേ. കുഞ്ഞപ്പനാണെങ്കിൽ ഈ കോട്ടൺ ക്യാൻഡി ഇങ്ങനെ ഉണ്ടായി വരുന്നത് സൂക്ഷ്മതയോടെ നോക്കിയിരിക്കുകയാണ്. ഇത് അവസാനം എന്തോരം വലിപ്പം വെക്കുമെന്ന്. അവർ 200 രൂപ പറഞ്ഞെങ്കിലും സത്യം പറഞ്ഞാൽ ആ ഒരു 200 രൂപയ്ക്കുള്ളത് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അത് പുറത്തെടുത്തപ്പോൾ. നമുക്ക് വേണ്ടിയല്ല, അവിടെ വേറൊരു പെങ്കൊച്ച് നിൽപ്പുണ്ട്. അവൾക്ക് വേണ്ടി പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, എടാ കോട്ടൺ ക്യാൻഡി വേണോ? അവിടെ ആ ഗെയിം സെക്ഷനിൽ 1 മണിക്കൂർ കളിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ എനിക്ക് ഗെയിം കളിച്ചാൽ മതി അമ്മേന്ന്. അങ്ങനെ 1 മണിക്കൂർ കുഞ്ഞപ്പൻ അവിടെ ഗെയിം സെക്ഷനിൽ കളിച്ചു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ആ സമയത്ത് ഞാനും ചേട്ടനും ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു ഗെയ്സ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അത് നോക്കിക്കേ, മഴ പെയ്തിട്ട് എല്ലാം സ്ലിപ്പായിട്ട് കിടക്കുന്നത് കണ്ടില്ലേ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തും അങ്ങോട്ട് കുറേ പേര് പോകുന്നുണ്ടായിരുന്നു 9 മണിക്കൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ബ്രോഡ്വേ വരെ നമുക്ക് പോയാലോ, അവിടെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് പോയി. പക്ഷേ അവിടെ ചെന്നപ്പോൾ നല്ല മഴ കാരണം നമുക്ക് ബ്രോഡ്വേയുടെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. നമ്മൾ അവിടെ ഒരു കടയിൽ കയറിയിട്ട് ദോശ കഴിച്ചു കേട്ടോ. നെയ് റോസ്റ്റ് വാങ്ങിച്ച് കഴിച്ചു. നെയ് റോസ്റ്റ് അറിയാലോ, ആ ഒരു കാണുന്ന വലിപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പരത്തി വെക്കുന്ന ഒരു സാധനം. നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. കുഞ്ഞപ്പന് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്രിസ്പി ആയിട്ടുള്ള സാധനം. അതാണ് ഞാൻ നെയ് റോസ്റ്റ് തന്നെ വാങ്ങിച്ചത്. ആ കൂടെ ഇരിക്കുന്ന 3 ചട്നി കണ്ടില്ലേ, വെള്ള ചട്നി, പിന്നെ എന്തുവാണ് ഒരു മിന്റ് ചട്നി, ഒരു പച്ച കളറിലെ ചട്നി, പിന്നെ ഒരു ഓറഞ്ച് കളറിലെ ചട്നി. 3 വായി വെക്കാൻ കൊള്ളിയാലായിരുന്നു ഗൈസ്.
എനിക്ക് 3 ചട്നി ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ തൊട്ടറ്റത്തൊരു സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു. സാമ്പാർ കൊള്ളായിരുന്നു കേട്ടോ. ആ സാമ്പാറും കൂട്ടിയാണ് ഞങ്ങൾ ആ നെയ്റോസ്റ്റ് തിന്നത്. തേങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ പിശടെടുത്ത് എന്തോ ചമ്മന്തി ഉണ്ടാക്കി വെച്ചേക്കണ പോലെ തോന്നണത്. തേങ്ങയുടെ ഒരു ടേസ്റ്റ് പോലും ഇല്ല അതിന്, വെറുതെ എന്തോ ഒരു ചമ്മന്തി. ആ മിന്റ് എനിക്ക് ഇഷ്ടമല്ല പൊതുവെ മിന്റിൻ്റെ ടേസ്റ്റ്, അതുകൊണ്ടായിരിക്കും. ആ ഓറഞ്ച് ചട്നി ഒരു മീൻകറിയുടെ ചൊവയൊക്കെ പോലെ എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയതാണ്. അപ്പോഴാണ് ഒരു ദോശയും കൂടി വാങ്ങിച്ചേക്കാന്ന് ഓർത്തത്. ചായ ആണെങ്കിൽ അവിടെ പാല് തീർന്നു പോയിട്ട് പാൽ ചായയും ഇല്ല. നമ്മളാണെങ്കിൽ നെയ്റോസ്റ്റിന് ഓർഡറും കൊടുത്തുപോയി. പിന്നെ എന്തുവാ കട്ടൻ ചായ വാങ്ങിച്ചു കുടിച്ചു കേട്ടാ. ശേഷം ബ്രോഡ്വേയിലേക്ക് പോയി. എന്തായാലും അവിടം വരെ വന്നല്ലേ എന്നോർത്ത് അവിടെ ചെന്നു. അവിടെ കുഞ്ഞപ്പന് 4 വയസ്സായപ്പോൾ നമ്മൾ സൈക്കിൾ വാങ്ങിച്ചത് ബ്രോഡ്വേ എന്നാണ് ബർത്ത്ഡേക്ക്. ആ ഷോപ്പിലേക്ക് പോയി. നമുക്ക് നല്ല പരിചയമുള്ള ഷോപ്പാണേ. അവിടെ ചെന്നപ്പോൾ ദേ കുഞ്ഞപ്പൻ എന്താ കാണിക്കണേന്ന് നിങ്ങളെ കേൾപ്പിച്ചു തരാമേ. നമ്മുടെ വേടന്റെ പാട്ടിരുന്ന് പാടുമായിരുന്നു കേട്ടോ മൈക്കിൽ. ഞാൻ പറഞ്ഞില്ലേ നല്ല മഴയായിട്ട് അവിടെ ബ്രോഡ്വേ ഒറ്റ മനുഷ്യനില്ല. പിന്നെ 9-10 മണിയായി രാത്രി. അപ്പോൾ നമ്മൾ ആ കടയിൽ നിന്നു. ഓണറിക്കാനെ കണ്ട് സംസാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് പോയത്. പിന്നെ വേറെ കടയിലോട്ടൊന്നും പോയില്ല, നമുക്ക് പരിചയമുള്ളത് ഈ കടയില്ലേ. അപ്പോൾ അവിടെ തന്നെ കുറേ നേരം നിന്നു. അവിടുത്തെ സ്റ്റാഫൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ് കുഞ്ഞപ്പൻ അവിടെ നിന്ന് ഒരു ടോയ് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെയൊക്കെ ടോയ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. 1 മണിക്കൂർ ഉണ്ടായിരുന്നു ബ്രോഡ്വേ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്താൻ. അപ്പോൾ ഗൈസ് പിറ്റേ ദിവസം രാവിലെ ആയി കേട്ടോ. നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ഞാനൊന്ന് ചുരുക്കി നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ച് വന്നതാണേ. അപ്പോൾ കുറേ നിങ്ങളിപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിൽ നിന്ന് ഞാൻ വോയിസ് ഓവർ കൊടുത്ത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. കുഞ്ഞപ്പൻ്റെ കഴിഞ്ഞ നമ്മുടെ വർഷത്തെ ഷോർട്സ് ഒക്കെ കണ്ടവർക്കറിയാം. ഇത് LKG ബാഗാണ് കേട്ടോ. കുഞ്ഞപ്പൻ്റെ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നതുകൊണ്ട് അവൻ്റെ ചേട്ടൻ്റെ അനിയത്തി വാങ്ങിച്ചു കൊടുത്താണ് ഈ ബാഗ്. ഇത് നമ്മുടെ ഇവിടെ വീടിൻ്റെ അടുത്ത് എരമല്ലൂരിന്ന് സിറ ഷൂസ് ആൻഡ് ബാഗ്സ്, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ ആ കടയുടെ. അപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞ വർഷം വാങ്ങിച്ച ബാഗാണ് ഈ ബാഗ്. ഒരു കുഴപ്പമില്ല. എന്തോ പോലെ ബുക്ക് അമ്മ കാണിക്കാം. പുതിയതുപോലെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഈ ബാഗ്. നേരത്തെ കുഞ്ഞപ്പനെ ഓട്ടോയിലല്ലേ കഴിഞ്ഞ വർഷം പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ചേട്ടൻ ബൈക്കിൽ കൊണ്ടാക്കുകയും വിളിക്കുകയും ചെയ്യും. അപ്പോൾ ബുക്ക് വെച്ചിട്ട് കൊണ്ടുവരും, ബാഗ് അവിടെ ബെഞ്ചിൽ വെക്കും, തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരും. ഈ ബാഗിന് ഒരു അഴുക്ക് പോലും പറ്റിയിട്ടില്ല. അപ്പൊ ഇപ്പൊ മഴക്കാലം തുടങ്ങി. മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനിത് നല്ലതായിട്ട് സോപ്പൊടി മുക്കി വെച്ച് നല്ല വൃത്തിയായിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുകയാണ് ബാഗ്. ഇതിനൊരു കുഴപ്പമില്ല. പിന്നെ എന്തിനാ പുതിയത് വാങ്ങിക്കണത് അല്ലേ കുഞ്ഞപ്പാ? അവനും അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടാ. പുതിയ ബാഗ് വാങ്ങിക്കാത്തോണ്ട് അവന് കുഴപ്പമൊന്നുമില്ല. അതെ. പിന്നെ മറ്റേ ക്യാരി ബാഗ് കൂടി കാണിച്ചുതരാം. ഇത് ഞങ്ങൾ ഈ പറയുന്ന കടയിൽ നിന്ന്, എരമല്ലൂരത്തെ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ക്യാരി ബാഗാണ്, നല്ല ക്വാളിറ്റി ഉള്ള ക്യാരി ബാഗാണ്. അപ്പൊ ഇതിനും ഒരു കുഴപ്പമില്ല. പിന്നെ എന്തിനാ ക്യാരി ബാഗ്? പിന്നെ നമ്മൾ ലുലുമാളിൽ പോയിട്ട് വാങ്ങിച്ചത് നിങ്ങൾ വീഡിയോ കണ്ട പോലെ തന്നെ കുറച്ച് ബുക്കുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ക്ലാസ്മേറ്റ്സിന്റെ കുറച്ച് നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അവിടം വരെയും പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ നടക്കണല്ലേ. വലിയ കാര്യത്തിൽ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. അതുകൊണ്ട് കുറച്ച് ബുക്കുകൾ മാത്രം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സ് ഒക്കെ കഴിഞ്ഞ വർഷത്തേനൊന്നും ഒരു കുഴപ്പമില്ല. അതായത് നമുക്ക് നല്ലതുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പിന്നെയും പൈസ മുടക്കി വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. അവനാണെങ്കിൽ പുതിയത് വേണമെന്ന് അങ്ങനത്തെ ഒരു മൈൻഡൊന്നും ഇല്ല. ഇപ്പം ഞാൻ പിന്നെ ഇത് നല്ല ബാഗല്ലേടാ, ഇത് ചീത്തയായിട്ടില്ലല്ലോ, നമുക്ക് ഇപ്രാവശ്യം ഇത് തന്നെ കൊണ്ടുപോയാലെന്ന് പറഞ്ഞാൽ അവന് ഓക്കെയാണ് ഗൈസ്. ഇപ്പം അവൻ വാശി പിടിക്കുകയാണ്, അമ്മ എനിക്ക് പുതിയത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വാങ്ങിച്ച് കൊടുക്കേണ്ടി വരുമായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ കുഞ്ഞിലെ മുതലേ അവനോട് അങ്ങനെ പറഞ്ഞ് ഇതാക്കിയതുകൊണ്ട് അവന് കുഴപ്പമില്ല. ഏട്ടാ പൊന്നെ ഇങ്ങോട്ട് വന്നേടാ, നീ ഒന്ന് പറഞ്ഞേ അവരോട്. ഇവിടെ വന്നിരുന്നേ നീ. അതെ, ഇത് പൊന്നിന്റെ കഴിഞ്ഞ വർഷം പൊന്നെ LKG കൊണ്ടുപോയ ക്യാരി ബാഗാ. അമ്മ ഇത് കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് തന്നെ പോരെ പൊന്നിന് ഈ വർഷവും കൊണ്ടുപോകാൻ? ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, സുന്ദരനല്ലേ? തൊടല്ലേ പൊന്നു കൈ. അവൻ മാങ്ങാ തിന്നോണ്ടിരിക്കുകയാണേ, മാങ്ങ കൈ കൊണ്ട് തൊടല്ലേ. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കേ. പിന്നെ അതെ പുതിയ ബുക്കുകൾ വാങ്ങിച്ചിട്ടുണ്ടല്ലേ നമ്മള്. ബാഗ് ഇത് തന്നെ പോരെ, ഒന്നും പുതിയത് വേണ്ടല്ലോ. നമുക്ക് 1ാം ക്ലാസ്സിലോട്ടാവുമ്പോ പുതിയത് വാങ്ങിക്കാം. അപ്പൊ പുതിയ ബാഗ് വാങ്ങിക്കാം, പുതിയ ക്യാരി ബാഗ്, ബോക്സ് എല്ലാം പുതിയത് വാങ്ങിക്കാം. ഇത് ക്യാപ്റ്റൻ അമേരിക്കയുടെ ബാഗാണ് കൊച്ചിന്റെ, ഇതിനൊരു കുഴപ്പമില്ല. അപ്പൊ അവൻ അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടാ. പിന്നെ ബോക്സ്, കഴിഞ്ഞ വർഷം ബോക്സ് വാങ്ങിച്ചു കൊടുത്തു വിട്ടപ്പോ ടീച്ചർ പറഞ്ഞു പിള്ളേരെ ആരും ബോക്സ് കൊണ്ടുവരണ്ട. ഇപ്പോഴാണെങ്കിൽ ഒരുപാട് മോഡലുള്ള ബോക്സുകളൊക്കെ കിട്ടുമല്ലോ. പിള്ളേര് ബോക്സ് ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് അതും വെച്ചിരുന്ന് കളിയാണെന്നോ. അപ്പൊ ഓരോരുത്തർക്കും പല പല മോഡൽ ബോക്സ് ആണല്ലോ. അപ്പൊ ടീച്ചർ പറഞ്ഞു ബോക്സ് കൊടുത്തു വിടണ്ട, പെൻസിലും റബ്ബറും കട്ടറും പോലും കൊടുത്തു വിടണ്ട, പെൻസില് മാത്രം കൊടുത്താൽ മതി. റബ്ബറും കട്ടറൊക്കെ ടീച്ചറിന്റെ അടുത്തുണ്ട്. തെറ്റിപ്പോയാൽ LKG പിള്ളേരല്ലേ, തുടയ്ക്കാനും തൂക്കാനും അതൊക്കെ ടീച്ചർ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞു.
അതുകൊണ്ട് ബുക്കും ഒരു പെൻസിലും മാത്രം കൊടുത്തു വിട്ടാൽ മതിയായിരുന്നു ഇവർക്ക്. ലഞ്ച് ബോക്സ്, പിന്നെ ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ ഞാൻ പുതിയത് ഒരെണ്ണം മേടിച്ചത് കഴിഞ്ഞ പ്രാവശ്യത്തെ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പിള്ളേർ കൂടുതൽ വെള്ളം കുടിക്കൂല, തണുപ്പല്ലേ, നമ്മൾ ചൂടാവുമ്പോഴല്ലേ കൂടുതൽ വെള്ളം കുടിക്കുന്നത്. അപ്പൊ വലിയ കുപ്പിയുടെ ആവശ്യമില്ല, കുഞ്ഞു കുപ്പി മതി വെള്ളം കൊണ്ടുപോകാൻ. ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് ഒന്നും പുതിയത് വാങ്ങിക്കേണ്ട കാര്യമില്ല ഗൈസ്, നോട്ട്ബുക്ക് മാത്രം മതിയായിരുന്നു, ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇത്രയൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഈ ബുക്കൊക്കെ പൊതിയണം, നെയിം സ്ലിപ്പ് ഒക്കെ ഒട്ടിക്കണം. കുഞ്ഞപ്പന്റെ ഫോട്ടോ വെച്ച് ഒരു ടീം നെയിം സ്ലിപ്പ് ഉണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെയും തന്നില്ല ഗൈസ്, കുറെ നാളായിട്ട്. അപ്പൊ ഞാൻ അവര് തരുമെന്ന് വിചാരിച്ചിട്ട് വേറെ ആരോടും നെയിം സ്ലിപ്പിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇത്രയും ദിവസം ഞാൻ മെസ്സേജ് അയച്ചിട്ടൊന്നും പിന്നെ അവര് റിപ്ലൈയിലോ ഒന്നുമില്ല. കുഞ്ഞപ്പന്റെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്താണ് അവര് ചോദിച്ചിട്ട്. കഴിഞ്ഞ വർഷത്തെ സാധനങ്ങളൊക്കെ നല്ലതുപോലെ തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും ചീത്തയായിട്ടില്ല എങ്കിൽ നിങ്ങളും ഒക്കെ ഈ വർഷം അതൊക്കെ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. വെറുതെ നമ്മൾ പൈസ മുടക്കി പിന്നെയും വേറെ പുതിയ സാധനങ്ങൾ വാങ്ങിച്ചാൽ ഇത് നല്ല സാധനങ്ങളൊക്കെ വെറുതെ അവിടെ പൊടി പിടിച്ചിരുന്ന് പോകൂലേ. അപ്പൊ മാക്സിമം നമ്മൾ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ചീത്തയായിട്ട് മാത്രം കളയുക, അല്ലാണ്ട് വെറുതെ നമ്മൾ പുതിയ സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടരുത്, അതിന്റെ ആവശ്യമില്ല. അപ്പൊ അച്ഛനമ്മേനെ ഒന്നും ബുദ്ധിമുട്ടിക്കരുത്. അവരുടെ ഈ പൈസ ഇല്ലെങ്കിൽ അത് വേണം ഇത് വേണം എനിക്ക് പുതിയത് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കരുത്. കുഞ്ഞപ്പന്റെ കഴിഞ്ഞ വർഷത്തെ മഴക്കോട്ട് ഉപയോഗിച്ചിട്ട് പോലുമില്ല, മഴക്കോട്ട് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്, അതുപോലെ കൊട അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഒന്നും മേടിക്കേണ്ടി വന്നില്ല നമുക്ക്, അല്ലേ കുഞ്ഞപ്പ? അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, സീ യു.